പൂച്ചയ്ക്ക് ഒരു മണി. പള്ളിപ്പുറത്തെ എസ്തപ്പാൻ ആശാന്റെ വീട്ടിലെ തട്ടിപ്പുറത്ത് വല്ലാത്ത എലിശല്യം. എലിക്കെണ്ണി വെച്ചു പിടിച്ച് അങ്ങകലെ ഏഴിക്കരയിലും കോലോത്തും കടവിലും കൊണ്ടുകളഞ്ഞ എലിക്കുട്ടന്മാർ അനവധിയാണ്. എന്നിട്ടും വീട്ടിലെ തട്ടിമ്പുറത്ത് എലികൾ ധാരാളമാണ്. ആശാൻ തല പുകഞ്ഞ് ആലോചിച്ചു. തട്ടിമ്പുറത്ത് തമ്പടിച്ചിരിക്കുന്ന എലി വിദ്വാൻമാരെ എങ്ങനെ തുരത്തും? എന്താണ് ഒരു പോംവഴി? പാഷാണം വെച്ച് നോക്കാശാനെ ചിലർ ഉപദേശിച്ചു. ആശാന് ആ ഉപദേശം പിടിച്ചില്ല. വിളഞ്ഞ വിത്തുകളാ, അവറ്റകൾ തൊടത്തില്ല. ആശാൻ അവർ പറഞ്ഞതിൽ തരിമ്പ് പോലും വിശ്വാസം തോന്നിയില്ല. കുണ്ടുകളഞ്ഞവ പോലും കടൽക്കര കാണി തിരിച്ചു വരുന്നുണ്ടോന്നാ ആശാന്റെ സംശയം. ഇല്ലാതെ പിന്നെ എങ്ങനെയാ ഇത്രയ്ക്കധികം പെറ്റുപെരുകുന്ന വിറ്റകൾ? ഒടുവിൽ എസ്തപ്പാൻ ആശാൻ അതിനൊരു വഴി കണ്ടുപിടിച്ചു. ഒരു പൂച്ചയെ വളർത്താൻ തീരുമാനിച്ചു. ചാത്തനാട് നിന്ന് അസലൊരു പൂച്ചക്കുട്ടിയെ ആശാൻ കൊണ്ടുവന്നു. പൂച്ചയ്ക്ക് ആശാൻ മത്തി തലയും പാലും ചോറും ഒക്കെ യഥേഷ്ടം കൊടുത്തു. പുന്നാര പൂച്ചയായി കുഞ്ചിച്ചു. പൂച്ച എലികളെ പിടിച്ചു തുടങ്ങി. ആശാന് പൂച്ചയിൽ വിശ്വാസമായി. പൂച്ച കൊള്ളാം, ഉശിരൻ. ആശാൻ സന്തോഷമായി. അതോടെ തട്ടിമ്പുറത്തെ എലികൾ അസ്വസ്ഥരായി. അവർ യഥേഷ്ടം സ്വൈര്യവിഹാരം നടത്തിയിരുന്നിടത്ത് എങ്ങാണ്ടു നിന്നോ കിടന്ന ഒരു പൂച്ച വന്ന് ആധിപത്യം സ്ഥാപിക്കുക. എലിക്കുട്ടന്മാർക്ക് ആലോചിക്കാനേ വയ്യായിരുന്നു. പൂച്ചയ്ക്കെതിരെ എന്ത് നടപടി വേണം? എലികൾ ഉറക്കം കളഞ്ഞ് ആലോചനയിലായി. ഇങ്ങനെ പോയാൽ നമ്മളെല്ലാവരും ആ വികൃതി പൂച്ചയുടെ ഭക്ഷണമാവും. എലികളിൽ ഒരുത്തൻ പറഞ്ഞു. തട്ടിമ്പുറത്ത് ചേർന്ന എലികളുടെ സഭ പലതും ആലോചിച്ച് ഒന്നുമെത്താതെ വലഞ്ഞു. ഒടുവിൽ അവരുടെ കൂട്ടത്തിലെ ഒരു മുഴുത്ത എലി പറഞ്ഞു, നമുക്ക് ആ പൂച്ചയ്ക്ക് ഒരു മണി കെട്ടാം. നല്ല ഐഡിയ. എലികളിൽ കുറച്ച് വിദ്യാഭ്യാസമൊക്കെയുള്ള മിക്കൻ എലി അത് ശരിവച്ചു. പൂച്ചയ്ക്ക് എങ്ങനെ ഇട്ടൊരു മണി കെട്ടണം? അതേതായാലും നന്നായി. എലിക്കൂട്ടത്തിലെ അമ്മു തള്ള എലിക്ക് സമാധാനമായി. ചർച്ചയിൽ ആദ്യാവസാനം എല്ലാം കേട്ടിരുന്ന കാരണവരായ എലി അപ്പോഴാണ് ചോദിക്കുന്നത്, കാര്യമൊക്കെ ശരി, നിങ്ങൾ ബുദ്ധിയുള്ളവർ തന്നെ. പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടിയാൽ നമുക്ക് അവൻ പതുങ്ങി പതുങ്ങി വരുന്നത് അറിയാൻ പറ്റും. അപ്പോൾ എളുപ്പം നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. പക്ഷേ എന്ത് പക്ഷേ? എലികൾക്ക് ഉത്കണ്ഠയായി. മണി എവിടെ? കാരണവർ ചോദിച്ചു. അത് സംഘടിപ്പിക്കാം. 1-2 എലികൾ ചാടിക്കേറി പറഞ്ഞു. ശരി, എന്നാലും ഒരു പക്ഷേ. കാരണവരായ എലി മുക്കി മൂളിയിരുന്നു. എന്തോന്നിത് വലിയച്ച, ഇത് ഒരുമാതിരി. ഇളമുറക്കാരനായ ഒരു എലി ചോദിച്ചു. അല്ല, പക്ഷേ എൻ്റെ സംശയം എന്തോന്നാ പറഞ്ഞു തൊലക്കി. എലിക്കുട്ടന്മാർക്ക് ദേഷ്യം വന്നു. അവർ കാരണവരെ തുറിച്ചു നോക്കി. അപ്പോൾ കാരണവരായ എലി ചോദിച്ചു, പക്ഷെ ആര് കെട്ടും പൂച്ചയ്ക്ക് ഈ മണി? എലികൾക്കാർക്കും അതിന് ഉത്തരവില്ലായിരുന്നു. അവർ പരസ്പരം വെറുതെ നോക്കിയിരുന്നു.